തൽക്കാലം ഷെഡ് അല്ലെങ്കിൽ നമ്മളത് വെക്കും. എന്തൊക്കെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത് ഇതിന്റെ കടയുടെ ആധാരം. എൻ്റെ അത് ഒരു ബാങ്കിൻ്റെ അകത്ത് ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ 4 വർഷം സെക്യൂരിറ്റിയും മൊബൈൽ വീട്ടിലത്ര സുരക്ഷയില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതാണ് ഞാനിവിടെ വെച്ചത്. വിലപിടിപ്പുള്ള ആധാരമുണ്ട്. ഫ്രിഡ്ജ് അത് അവരെടുത്ത് മാറ്റിയത്. അതായത് അത് കംപ്ലൈന്റ് ആയി. സ്വർണ്ണം നഷ്ടപ്പെട്ടു. അതിന്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു അരപ്പാവന്റെ. അല്ല, ഈ മനീഷ ഈ കടയൊന്ന് തുടങ്ങാൻ വേണ്ടിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട് അശോകൻ ചേട്ടന്? ഇനി പുതിയ കട തുറന്നാലേ കടമുറി മാത്രമല്ലേ ഉള്ളൂ, എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് വേണം? പുതിയതായിട്ട് ഫ്രിഡ്ജ് വേണം, നമ്മുടെ ജ്യൂസർ വേണം, സാധനങ്ങൾ ജ്യൂസർ വേണം. പിന്നെ എന്തൊക്കെ? ജ്യൂസറൊക്കെ ഉള്ള എല്ലാം പോയി. ഫ്രിഡ്ജും ഏകദേശം നശിച്ചു. പിന്നെ വേറെന്തൊക്കെയാ വേണ്ടത് നമുക്ക്? പിന്നെ അതിന്റെ അകത്ത് എത്താവുന്ന കാര്യങ്ങളെല്ലാം ഫാനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടത് ഈ ഫ്രിഡ്ജാണ്, ഒപ്പം തന്നെ ജ്യൂസറുമാണ്. നമുക്ക് ചേട്ടന് ഒരു ഫ്രിഡ്ജ്, അതേപോലെ ഒരു ജ്യൂസർ, അതേപോലെ ചേട്ടന് ആവശ്യമുള്ള അത്യാവശ്യം ഗ്ലാസുകൾ, ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് കൊടുക്കാമെന്ന് പറയും അശോകൻ ചേട്ടന്. കാര്യം ഒരു നീതി നിഷേധത്തിൽ 100 ദിവസം കൊണ്ട് ഹരിപ്പാട്ടുകാർ രക്ഷിച്ചെടുത്തതല്ലേ നമ്മൾ അശോകൻ ചേട്ടനെ. ആ കടയെ നമ്മൾ അശോകൻ ചേട്ടനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. അതെ, അശോകൻ ചേട്ടൻ എന്താണ് ഒരു ഫ്രിഡ്ജും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് പറയണമെന്ന് തിരക്കിലാണ്. ചേട്ടൻ എന്താണെങ്കിലും ഒരു ഫ്രിഡ്ജും ഒരു ജ്യൂസറും റിപ്പോർട്ടർ ടിവിയുടെ വക ചേട്ടന് എന്താണെങ്കിലും അടുത്ത ദിവസം തന്നെ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. സന്തോഷമായില്ലേ? സന്തോഷമായി. അതായിരുന്നു ഇപ്പൊ അത്യാവശ്യം കടയിലേക്ക് വേണ്ടല്ലേ? അപ്പൊ അങ്ങനെ അത് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കടമുറി പണിയുന്നത് വരെയുള്ള കാലമേ ഉള്ളൂ. അദ്ദേഹത്തിന് പൈസ മാത്രമല്ല, കടമുറി എന്ന് പറയുന്നത് കടയിൽ പ്രവർത്തിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിലെ അല്ലെങ്കിൽ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ ചുറ്റിനും അദ്ദേഹം ഉണ്ട്. രാത്രി എത്ര കിടന്നുറങ്ങിയില്ല? ഞാനൊരു 10 മണിയാകുമ്പോൾ പോകും. ഇവിടെ പൊളിക്കുമ്പോൾ ഇന്നലെ രാത്രി നേരത്തെ പോയതെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. പൊളിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിൽക്കാമെന്ന് വെച്ചു. അപ്പൊ അത് ഇവിടെ നിന്ന് ഇത് മാറ്റാൻ പാടുപെടുമെന്ന് എനിക്ക് മനസ്സിലായി. കമ്പനി അതെല്ലാം അങ്ങനെ കിടക്കുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. ഇത് മാറ്റാൻ ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ ടെൻഷൻ ഇല്ല. നമുക്ക് ടെൻഷൻ മാറി. പക്ഷെ പിറ്റേ ദിവസം പൊളിച്ചിട്ടതിന്റെ വ്യത്യാസം എനിക്ക് ഉറക്കമില്ലായിരുന്നു. പക്ഷെ ഇത് ഞാനാണെങ്കിൽ ഇത് പൊളിക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു കടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. കടയിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. അന്ന് വെളുപ്പിന് തന്നെ എന്റെ പെങ്ങള് വന്ന് പറഞ്ഞു എനിക്ക് ഫോണില്ലാത്തതുകൊണ്ട് പെങ്ങള് വന്ന് ഓടി വന്ന് പറഞ്ഞു ഇദ്ദേഹം ഒരു പ്രത്യേക മനുഷ്യൻ കൂടിയാണ്. ഈ കാലത്തും ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ രാവിലെ ഇദ്ദേഹത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചത് ഒരു 5, 6, 7 പേരെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഒന്ന് കിട്ടിയത് തന്നെ. ഫോൺ പോലും ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു സാധാരണക്കാരനാണ്, പാവപ്പെട്ട ആളാണ്, എല്ലാവരോടും സ്നേഹം മാത്രമാണ്. ഇവിടുത്തെ ഒരു ജനപ്രിയനായ ഹരിപ്പാട് ഏഴിക്കകത്തെ അശോകൻ ചേട്ടൻ. ഓക്കെ, അപ്പം അശോകൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇനി അശോകൻ ചേട്ടന്റെ കട തുറക്കാൻ ചെലവ് പോലുമില്ല. അത് നമ്മളെല്ലാവരും ഉണ്ട്, ഹരിപ്പാട്ടുകാരുണ്ട്. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതാണ്. ഇത്ര നല്ല കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സാധാരണക്കാരായ മനുഷ്യന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേരെ ഇട്ടിട്ട് സ്വന്തം മണ്ഡലത്തിലെ വോട്ടറല്ലേ നേരെ അവിടെ എത്തി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന് ഇനി ഇപ്പം കട വെച്ചു കൊടുക്കാൻ ശ്രീവത്സം തയ്യാറായി കഴിഞ്ഞു. 1/2 സെന്റ് സ്ഥലവും കൂടി ശ്രീവത്സം വിട്ടുകൊടുക്കാം. അപ്പോൾ നല്ല കാര്യം ഉണ്ടായിരുന്നു ശ്രീവത്സം ജി. അത് അവിടെ ഇരുന്നില്ലെങ്കിൽ ഈ പൈസ നഷ്ടമാവത്തില്ല, 1/2 സെന്റും പോകത്തില്ല. എന്തായാലും 1/2 സെന്റ് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞത് നല്ല കാര്യം. അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി കട തുടങ്ങുമ്പോൾ ആ കടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളും നമുക്ക് ഏർപ്പെടുത്തി കൊടുക്കാം. ഹരിപ്പാട്ടുകാർ നല്ല ശുദ്ധമായ നാരങ്ങ വെള്ളം കുടിച്ചോട്ടതേ നമ്മുടെ അശോകൻ ചേട്ടൻ്റെ കടയിൽ നിന്ന്. അപ്പോൾ ഇനി ഹരിപ്പാട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അശോകൻ ചേട്ടൻ്റെ കട ചോദിച്ച് പോവുക. ആ ശ്രീവത്സത്തിന് തൊട്ട് മുന്നിലുണ്ടാവും. അവിടെ പോയിട്ട് നല്ല നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് അടുത്ത വണ്ടിക്ക് കയറി പോയാൽ മതി. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റും. അപ്പോൾ ചേട്ടൻ്റെ ജീവിതം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി. ഇങ്ങനെയാണല്ലേ പലപ്പോഴും ജീവിതം നമ്മൾ അറിയാതെ വഴിമാറുന്നത്. ആ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നത് ഏകദേശം പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടമായിരുന്നു. അത് മാറി ഇപ്പോൾ നല്ല കെട്ടിടം കിട്ടുന്നു. നല്ല ജീവിതത്തിലേക്ക് ചേട്ടൻ വരാൻ പോകുന്നു. നീതി നിഷേധം എവിടെയുണ്ടെങ്കിലും അവിടെ സംഘടിച്ച് നീതിബോധത്തോടു കൂടി എത്തുന്ന മനുഷ്യരുണ്ടാവുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹരിപ്പാട്ടുകാർ ഒരൊറ്റ രാത്രി കൊണ്ട് ഈ കട ഒഴിപ്പിച്ചതിനെ ഒരൊറ്റ പകൽ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത് കളഞ്ഞു. അപ്പം നാട്ടുകാരെല്ലാം കൂടി സംഘടിച്ചെത്തി. അതിൽ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, DYFIക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഹരിപ്പാട്ട് എല്ലാ നല്ല മനുഷ്യരും ഒരുമിച്ചാണ് നമ്മൾ അശോകൻ ചേട്ടനോടൊപ്പം നിന്നത്. അപ്പോൾ അതിന് ഹരിപ്പാട്ടുകാർക്ക് പ്രത്യേകം കൈയിടി.